ഹരേ കൃഷ്ണ. കണ്ണൻ്റെ രാധ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പൂതനാമോക്ഷം കഥ ഒന്ന് കേട്ടാലോ. അതോടൊപ്പം തന്നെ പൂതന കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് പൂതനയായിട്ട് ജനിക്കാൻ ഇടയായതെന്നും നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. നന്ദഗോപർക്കും യശോദയ്ക്കും ഒരാൺകുട്ടി ജനിച്ചുവെന്നറിഞ്ഞ പ്രജാവാസികൾ അവരെ രണ്ടുപേരെയും അഭിനന്ദിച്ചു. ഗോകുലവാസികളെല്ലാം നന്ദഗോപരുടെ പുത്രലാഭത്തിൽ മതിമറന്ന് ആഹ്ലാദിച്ചു. എങ്ങും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി വളർത്തിക്കൊണ്ട് ജനങ്ങൾ ആ സംഭവത്തെ കൊണ്ടാടി. രോഹിണീപുത്രനായ ബലരാമനും അവിടെ തന്നെ വളർന്നു. ഗോപികമാർ ആ രണ്ടു ബാലന്മാരെയും നിലത്ത് വയ്ക്കാതെ മാറി മാറി ലാളിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ബാലന്മാരുടെ ജാതകർമ്മങ്ങളും യഥാകാലം യഥാവിധി നടത്തപ്പെട്ടു. ഒരു ദിവസം നന്ദഗോപർ ആണ്ടുതോറും കംസന് കൊടുക്കാനുള്ള കരം കൊടുക്കുവാനായിട്ട് മധുരയിലേക്ക് പോയി. അവിടെ ചെന്നതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് പല ദുർനിമിത്തങ്ങളും കാണാനിടയായി. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. കംസന്റെ ആജ്ഞാനുസരണം പൂതന എന്ന രാക്ഷസി നാട്ടിലുള്ള കുഞ്ഞുങ്ങളെയെല്ലാം മുലപ്പാല് കൊടുത്ത്, വിഷം തേച്ച മുലപ്പാല് കൊടുത്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അവൾ എവിടെ ചെന്നു എന്നറിയാമോ? അവൾ നമ്മുടെ കണ്ണൻ്റെ അമ്പാടിയിൽ ചെന്നു. അവിടെ ചെന്നൊരു സുന്ദരിയുടെ രൂപത്തിലാണ് അവൾ അവിടെ ചെന്ന് കയറിയത്. അപ്പോൾ എന്താണ്, ഗോപസ്ത്രീകളെല്ലാം നോക്കി നിൽക്കുകയാണ്. അത്രയ്ക്ക് അതിസുന്ദരിയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോപസ്ത്രീകൾക്കെന്നാൽ ആരാണെന്ന് ഒന്നും അന്വേഷിക്കാനായിട്ട് തോന്നിയില്ല. അവളെ ഒന്ന് തടുക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവള് കണ്ണനെ മടിയിലെടുത്തു വെച്ച് കുറേ നേരം ലാളിച്ചു. അവൾ പോലും മതിമറന്നു പോയി. കണ്ണൻ്റെ ആ ഒരു സൗന്ദര്യം, അതുപോലെ തന്നെ ആ ഒരു മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ സ്വയം അവളെ തന്നെ മറന്നുപോയി. എങ്കിലും അവൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ എന്താണ് ആഗമനം ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കി അവൾ വേഗം അതിന് ശ്രമിച്ചു. അവൾ കണ്ണന് പാല് കൊടുത്തു, മുലപ്പാല് കൊടുത്തു. മുലപ്പാല് കൊടുത്തത് വിഷം തേച്ച മുലപ്പാലാണ് അവൾ കണ്ണന് കുടിക്കുവാനായിട്ട് കൊടുത്തത്. കണ്ണനാണെങ്കിൽ ആ മുലപ്പാല് വളരെ ശക്തിയോടുകൂടി വലിച്ചെടുത്ത് കുടിച്ചു. അവൾക്ക് പ്രാണൻ പോകുന്ന വേദനയായി. അവൾ അത് വിടുവിക്കാൻ ശ്രമിച്ചു. കണ്ണനുണ്ടോ? വിടുന്നു. കണ്ണൻ വിട്ടില്ല. അവൾ വീണ്ടും അലറാൻ തുടങ്ങി. വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അലറാൻ തുടങ്ങി. കണ്ണനെ വലിച്ച് എറിയാനൊക്കെ നോക്കി. പക്ഷേ കണ്ണനുണ്ടോ? അതിൽ നിന്ന് വിടുന്നു. കണ്ണൻ അവളുടെ മുലപ്പാല് സർവ്വശക്തിയും എടുത്ത് കുടിക്കുവാൻ തുടങ്ങി. കണ്ണനെ വിടുവിക്കാൻ നോക്കിയിട്ട് അവൾക്ക് പറ്റുന്നില്ല. അവൾ കണ്ണനെയുമായി എഴുന്നേറ്റ് അവളുടെ സ്വയം രൂപം എങ്ങനെയാണോ അതുപോലെ ഭീകരമായ രൂപം സ്വീകരിച്ചുകൊണ്ട് അവൾ ഇറങ്ങി ഓടി. ഇത് കണ്ടപ്പോൾ ആ ഗോകുലത്തിലുണ്ടായിരുന്ന ഗോപസ്ത്രീകളും ഗോപന്മാരും എല്ലാവരും പേടിച്ചു പോയി. കണ്ണനെ ആയിട്ടല്ലേ അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് രാക്ഷസിയാണെന്ന്. അവരെല്ലാവരും ചേർന്ന് കരഞ്ഞുകൊണ്ട് ഇവരുടെ പുറകെ ഓടാൻ തുടങ്ങി. പൂതന കണ്ണനെയുമായിട്ടാണ് ഓടുന്നത്. കാരണം പൂതനയ്ക്ക് പ്രാണവേദനയാണ് അനുഭവപ്പെടുന്നത്. രക്തം പിന്നെ ഊറ്റുകുന്ന പോലെയാണ് പൂതനയ്ക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത്. അവസാനം പ്രാണൻ പോകുന്ന വേദനയോടുകൂടി അലറിക്കരഞ്ഞുകൊണ്ട് പൂതന അവിടെ ചത്തുമലച്ച് വീണു. ഇത് കണ്ട ഗോപീഗോപന്മാർ ഓടിച്ചെന്ന് കണ്ണനെ കയ്യിലെടുത്തു. അപ്പോഴേക്കും നന്ദഗോപര് മധുരയിൽ നിന്നും തിരിച്ചെത്തി. അപ്പോൾ പൂതനയുടെ ഭയങ്കരമായ മൃതദേഹം കണ്ട ഗോപന്മാർ പറഞ്ഞ് കഥയും കൂടെ കേട്ടപ്പോൾ അദ്ദേഹം വളരെ സ്തബ്ധനായിപ്പോയി. മധുരയിൽ നിന്ന് പോന്നപ്പോൾ ദുർനിമിത്തങ്ങൾ കണ്ടത് വെറുതെ ആയില്ല എന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. ഗോപന്മാരെല്ലാവരും കൂടി ചേർന്ന് പൂതനയുടെ മൃതദേഹം വെട്ടിമുറിച്ച് ദൂരെ ഒരേടത്ത് കൊണ്ടുപോയിട്ട് ദഹിപ്പിച്ചു. ചിതയിൽ നിന്നുയർന്ന പുകയുടെ ദുർഗന്ധമല്ലായിരുന്നു, സുഗന്ധമായിരുന്നു അവിടെ എങ്ങും വ്യാപിച്ചത് കണ്ട് ഗോപന്മാർ വിസ്മയപ്പെട്ടു പോയി. ഭഗവാന്റെ സ്തന്യപാനത്താൽ അവൾക്ക് മോക്ഷം ലഭിക്കുകയാണ് ഉണ്ടായത്. ഇനി പൂതനയുടെ പൂർവകഥ ഗർഗസംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് അവള് പൂർവജന്മത്തിൽ മഹാബലിയുടെ പുത്രിയായ രത്നമാലയായിരുന്നുവെന്നാണ്. ബലിയുടെ യജ്ഞശാലയിലെത്തിയ വാമനനെ കണ്ടിട്ട് തനിക്കും അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് അവൾ മോഹിച്ച് ഭഗവാനോട് അതിനായിട്ട് അവൾ പ്രാർത്ഥിച്ചു. അതറിഞ്ഞ ഭഗവാൻ മനസ്സുകൊണ്ട് അവൾക്ക് വരം നൽകി. താൻ കൃഷ്ണനായി അവതരിക്കുമ്പോൾ രത്നമാല പൂതനയായി ജനിക്കുമെന്നും ഭഗവാന്റെ സ്തന്യപാനത്താൽ അവളുടെ പുത്രസ്ഥാനം സ്വീകരിച്ച് അവൾക്ക് മോക്ഷപ്രാപ്തി സാധ്യമാക്കുമെന്നുമായിരുന്നു ഭഗവാന്റെ മൗനമായ അനുഗ്രഹം. പൂതനാമോക്ഷം കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇത് കേട്ട എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.